നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും തലക്കെട്ടുകളും പരിശോധിക്കാം. ഇന്നത്തെ എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുള്ളത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ തിരിച്ചറിയാൻ കഴിയാതായവരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് അടക്കുന്ന വാർത്തയാണ്. അതിനോടൊപ്പം പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഒളിമ്പിക്സിൽ സെമി ഫൈനലിലേക്ക് ഹോക്കി ടീം കടന്നിരിക്കുന്നു. അങ്ങനെ ഹോക്കി ടീം സെമി ഫൈനലിലേക്ക് കടന്നതിൻ്റെ പ്രധാന കാരണം അവസാന നിമിഷം ക്യാപ്റ്റൻ ശ്രീജേഷിൻ്റെ പല സേവുകളാണ് എന്ന വാർത്തയ്ക്ക് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ വാർത്തകൾ ഓരോ പത്രങ്ങളും നൽകിയിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. ആദ്യം മാതൃഭൂമിയാണ്. അജ്ഞാത മൃതദേഹങ്ങൾ അടക്കുന്ന വാർത്ത മണ്ണിലേക്ക് എന്ന തലക്കെട്ടോടുകൂടിയാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. ശ്രീജേഷ് രക്ഷകൻ എന്ന തലക്കെട്ടോടുകൂടിയാണ് ഒളിമ്പിക്സിൽ ഹോക്കി സെമിഫൈനലിൽ എത്തിയ വാർത്ത നൽകിയിട്ടുള്ളത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ കൂട്ടമടക്കമെന്ന തലക്കെട്ടോടുകൂടി മരണം 352, ഔദ്യോഗിക സ്ഥിരീകരണം 221, ഇന്നലെ കണ്ടെടുത്തത് 2 മൃതദേഹങ്ങൾ, കാണാതായവർ 209. അങ്ങനെ എല്ലാ വിവരങ്ങളും വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് മാധ്യമം വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്തയും നൽകിയിട്ടുണ്ട്. ദീപികയിലേക്ക് വരുമ്പോൾ നാടൊന്നിച്ചു അന്ത്യനിദ്രയിലും എന്ന തലക്കെട്ടോടുകൂടി മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന വാർത്ത. ദീപിക ഹോക്കി സെമിഫൈനലിലെത്തിയ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല. പകരം നൽകിയിട്ടുള്ളത് യുദ്ധഭീതി, വിദേശ രാജ്യങ്ങൾ ലബനനിലുള്ള പൗരന്മാരെ ഒഴിപ്പിക്കുന്നു എന്ന വാർത്തയാണ് ദീപിക പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. ദേശാഭിമാനി ഒരു മണ്ണിൽ എന്ന തലക്കെട്ടോടു കൂടിയാണ് അജ്ഞാത മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന വാർത്ത നൽകിയിട്ടുള്ളത്. മരിച്ചവർ 341, ഔദ്യോഗിക മരണസംഖ്യ 221, 135 മൃതദേഹങ്ങൾ കൈമാറി, കണ്ടെത്താനുള്ളത് 180 പേരെന്നും ദേശാഭിമാനിയിൽ പറയുന്നുണ്ട്. പാരീസിൽ രക്ഷാകരങ്ങൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് ദേശാഭിമാനിയിൽ ഒളിമ്പിക്സിൽ ഹോക്കി സെമിഫൈനലിലെത്തിയ വാർത്ത നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ഒന്നിച്ച് നിത്യനിദ്ര, ദുരന്ത മേഖലയിൽ കർശന നിയന്ത്രണം എന്ന തലക്കെട്ടോടുകൂടിയാണ് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്ത വാർത്ത നൽകിയിട്ടുള്ളത്. ബ്രിട്ടനല്ല ശ്രീജേഷാണ് ഗ്രേറ്റ് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഒളിമ്പിക്സിൽ ഹോക്കി സെമിഫൈനലിലെത്തിയ വാർത്ത കേരള കൗമുദി നൽകിയിട്ടുള്ളത്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയുടെ ഹെഡിങ്ങിന് തൊട്ട് മുകളിലായി ഒരു വലിയ ചിത്രം, അതായത് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്ത ചിത്രം വലിയ ഒരു ക്യാൻവാസിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം മരണം 221, മണ്ണിലാഴും പേരറിയാത്ത നൊമ്പരം എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തലക്കെട്ടിന് മുകളിലായി തന്നെ മനോരമ കൊടുത്തിട്ടുള്ളത്. ഒപ്പം താഴെ ശ്രീ ജയേഷ് എന്ന തലക്കെട്ടോടുകൂടി ഹോക്കിയുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയും പ്രാധാന്യം നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്ത വാർത്തയാണ്. പക്ഷേ ഹോക്കിയുടെ വിജയത്തിന് പ്രാധാന്യം നൽകിയിട്ടില്ല. വയനാട്ടിൽ സേവാഭാരതിയുടെ പുനരധിവാസ ബൃഹത് പദ്ധതി എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഇനി ഓരോ പത്രങ്ങളും നൽകിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും കാർട്ടൂണുകളും കൗതുകരമായ വാർത്തകളും നോക്കാം. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് കരമനയാറ്റിൽ ഒരു കുടുംബത്തിലെ 4 പേർ മുങ്ങി മരിച്ച വാർത്തയാണ്. അനിൽകുമാർ, അമൽ, അദ്വൈത്, ആനന്ദ് എന്ന 4 പേർ കരമനയാറ്റിൽ മുങ്ങി മരിച്ച വാർത്തയ്ക്കാണ് മാധ്യമം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഒപ്പം പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത തിരിച്ചടിക്കുറച്ച് ഇറാൻ യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ എന്ന വാർത്തയാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. സ്കൂൾ ഏകീകരണം ദേശീയ ഘടന കേരളം തള്ളി എന്ന വാർത്തയാണ് മാതൃഭൂമി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത്. ഒപ്പം OS അംബിക MLA-യുടെ മകൻ അപകടത്തിൽ മരണപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ തന്നെ കാക്കദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പോസ്റ്റ്, റിയാലിറ്റി ഷോ താരം അഖിൽ മാരാരുടെ പേരിൽ കേസ്, തട്ടും മുട്ടും ദുരിതാശ്വാസ നിധിക്ക്, കിട്ടും പണമത് മാരാർക്ക് എന്ന തലക്കെട്ടാണ് മാതൃഭൂമി ആ കാർട്ടൂണിന് നൽകിയിട്ടുള്ളത്. KSEB ഡാമുകൾ 64% നിറഞ്ഞു എന്ന വാർത്തയും മാതൃഭൂമി പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. ദീപികയിലേക്ക് വരുമ്പോൾ കരമനയാറ്റിൽ അച്ഛനും മകനും അടക്കം 4 പേർ മരണപ്പെട്ട വാർത്തയ്ക്കാണ് പ്രാധാന്യം. ഒപ്പം കേരളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മാർപ്പാപ്പ എന്ന വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ദീപിക പത്രത്തിന്റെ ഉൾപേജുകളിൽ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുള്ള മറ്റൊരു വാർത്ത ബംഗ്ലാദേശിൽ ചോരപ്പുഴ എന്ന തലക്കെട്ടോടുകൂടി ബംഗ്ലാദേശിൽ ഇന്നലെ നടന്ന പ്രതിഷേധത്തിനിടെ ധാക്കയിലെ BSMMU ആശുപത്രി വളപ്പിനുള്ളിലെ ദൃശ്യങ്ങളാണ്. അവിടെ 91 മരണമുണ്ടായി. ഭീകരാക്രമണം, ഇസ്രായേൽ ദമ്പതികൾ കൊല്ലപ്പെട്ടു, റഷ്യ മുങ്ങിക്കപ്പൽ തകർത്തെന്ന് യുക്രൈൻ, അതടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളാണ് ദീപിക വലിയ പ്രാധാന്യത്തോടെ ഉൾപേജിൽ കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അനാഥനായ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരൂ എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്തയുണ്ട്. വളരെ കൗതുകരമായ ഒരു വാർത്തയാണ്. വയനാട് ഉരുൾപൊട്ടലിൽ അനാഥനായ ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ വാർത്ത. വിജയകുമാറും ഭാര്യ മേരി ജോണുമാണ് ആ അനാഥനായ കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത്. ദേശാഭിമാനിയിലും കരമനയാറ്റിൽ മരണപ്പെട്ടു പോയ 4 പേരുടെ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒപ്പം ഷിരൂരിൽ തിരച്ചിലിന് അനുമതിയില്ല എന്ന വാർത്തയും ദേശാഭിമാനി പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ സെപ്റ്റംബറിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പോടുകൂടിയുള്ള ഒരു വാർത്ത കേരള കൗമുദി നൽകുന്നു. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പിൽ പിറന്നാൾ മധുരം പ്രസാദം നൽകിയ പൂജാരിയും ക്ഷേത്രവുമില്ല. അതായത് ദുരിതാശ്വാസ ക്യാമ്പിൽ
ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി എത്തിയ ഒരു പെൺകുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കുകയും ഒപ്പം ഒരു ക്ഷേത്രം മുഴുവൻ തകർന്നു പോവുകയും എന്നാൽ ക്ഷേത്രത്തിനോട് തൊട്ടടുത്തുണ്ടായിരുന്ന ആൽമരം സുരക്ഷിതമായി നിൽക്കുകയും ചെയ്തൊരു വാർത്ത 2 പ്രധാനപ്പെട്ട വാർത്തകളായി കേരള കൗമുദി ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദുരിതം നടന്ന ഇടം സന്ദർശിക്കുവാൻ വന്ന വാർത്തയ്ക്കും പ്രാധാന്യമുണ്ട്. MLA മകൻ വാഹനാപകടത്തിൽ മരിച്ച വാർത്തയ്ക്ക് കേരള കൗമുദി ആദ്യ പേജിൽ ഇടം നൽകിയിട്ടുണ്ട്. തലവര എന്ന കേരള കൗമുദിയുടെ കാർട്ടൂൺ പരമ്പരയിൽ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പുതുമലയിൽ കൂട്ടത്തോടെ സംസ്കരിക്കും, കണ്ണേ മടങ്ങുക, കരഞ്ഞു മലിഞ്ഞു മാശു, മണ്ണാകി മനുഷ്യൻ എന്ന തലക്കെട്ടാണ് ആ കാർട്ടൂണിന് നൽകിയിട്ടുള്ളത്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ ലക്ഷ്യയ്ക്ക് ഇന്ന് വെങ്കല പോരാട്ടം എന്ന തലക്കെട്ടോടുകൂടി ഒളിമ്പിക്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് സെമിയിൽ ഇന്ത്യയുടെ ലക്ഷ്യാസെന്നിന് തോൽവി എന്ന വാർത്തയാണ്. ഇനിയും പ്രതീക്ഷ വെങ്കലം മാത്രമാണ്. മണ്ണെടുപ്പ് സുപ്രീം കോടതിയെ തള്ളി കേന്ദ്ര വിജ്ഞാപനം, പരിസ്ഥിതി അനുമതി വേണ്ടെന്ന് വീണ്ടും എന്ന വാർത്തയാണ് മലയാള മനോരമ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള മറ്റൊരു വാർത്ത. കരമനയാറ്റിൽ 4 പേർ മരണപ്പെട്ട വാർത്തയ്ക്കും OS അംബിക MLA മകൻ മരണപ്പെട്ടു പോയ വാർത്തയ്ക്കും മനോരമ ആദ്യ പേജിൽ ഇടം നൽകിയിട്ടുണ്ട്. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ നടത്തുന്ന NDAക്ക് 6 വർഷത്തെ ലാഭം 448 കോടി എന്ന വാർത്തയാണ് കാർട്ടൂണായി നൽകിയിട്ടുള്ളത്. നഷ്ടം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മാത്രം എന്ന തലക്കെട്ടാണ് അതിൽ നൽകിയിട്ടുള്ളത്. മനോരമയുടെ ഉൾപേജിൽ ആരെന്നറിയില്ല അവർക്കൊരുമിച്ച് അന്ത്യനിദ്ര എന്ന തലക്കെട്ടോടുകൂടി എല്ലാവരെയും അടക്കം ചെയ്ത വാർത്തയ്ക്കും ഒപ്പം എല്ലാ സന്നദ്ധ പ്രവർത്തകരുടെയും മറ്റ് ഫോഴ്സുകളുടെയും എല്ലാം സന്നദ്ധ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ ഉണ്ട്. വാരഫലം വയനാട് എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മനോഹരമായ ഒരു കാർട്ടൂൺ അതിനോടൊപ്പം ഉള്ളത്. മലയാള മനോരമയുടെ സ്പോർട്സ് പേജിൽ ഇതാണ് ഇന്ത്യ നമ്മൾ നേടുമെന്ന തലക്കെട്ടോടുകൂടി ഇന്നലത്തെ ഹോക്കി മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളെല്ലാം ചിത്രങ്ങളായി നൽകിക്കൊണ്ട് വിശദ വിവരങ്ങളൊക്കെ സ്പോർട്സ് പേജിൽ നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ സാന്ത്വനവുമായി മന്ത്രി സുരേഷ് ഗോപി എത്തി എന്ന വാർത്തയാണ് ജന്മഭൂമി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത്. ഒപ്പം പ്രധാനമന്ത്രിയെ കണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉരുൾപൊട്ടലിന്റെ വിശദവിവരങ്ങൾ ധരിപ്പിച്ച വാർത്തയും ജന്മഭൂമിയിൽ പ്രാധാന്യത്തോടുകൂടി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. പെറ്റമ്മയെ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞിന് പോറ്റമ്മയാകാൻ പോലീസ് ഉദ്യോഗസ്ഥ എന്ന വാർത്ത ജന്മഭൂമി ഉൾപേജിൽ ഒരു പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. പെറ്റമ്മയെ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞിന് പോറ്റമ്മയാകാൻ തയ്യാറായി രശ്മി മോൾ എന്ന പോലീസ് ഉദ്യോഗസ്ഥയുടെ വാർത്തയാണ് ജന്മഭൂമി ഉൾപേജിൽ ഒരു കൗതുകരമായ വാർത്തയെ നൽകിയിട്ടുള്ളത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം കരമനയാറ്റിൽ മരണപ്പെട്ടു പോയ 4 പേരുടെ വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഈ 2 വാർത്തകളാണ് പ്രാധാന്യത്തോടെ മാധ്യമവും നൽകിയിട്ടുള്ളത്. സ്പോർട്സിലേക്ക് വരുമ്പോൾ സ്പോർട്സിൽ ഇന്ന് പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്തകളെല്ലാം ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യ ഹോക്കി ടീം സെമിഫൈനലിൽ എത്തിയ വാർത്തയാണ്. അടുത്ത ദിവസം മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം.